വന്നിരുന്നു. എൻ്റെ ബ്ലോഗ് കണ്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇത്തവണ വന്നേക്കുന്നത് നമ്മുടെ ഓമിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് 2 ദിവസത്തിലാണ് അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടിൽ വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറേ പേരെ വിളിക്കുന്നു, അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവൻ എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാവരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റുന്ന ഒരാളല്ല. എനിക്കത് പറ്റാറില്ല. ഇപ്പം ഞാൻ ഏറ്റാൽ ചെയ്യും. ഇപ്പം ഏറ്റ പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷേ ഇതിപ്പോൾ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അശ്വിനാവുന്നൊക്കെ മാറ്റോടും അപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും ഇതുപോലെ ഒന്ന് പ്രൈവറ്റായിട്ട് നമ്മൾ 3 പേരും എവിടെയെങ്കിലും ഇപ്പം ബേബി ഇച്ചിരിയുടെ വലുതായിട്ട് വെൻ ഹി റിമെമ്പേഴ്സ് ഓക്കെ അവൻ്റെ ബർത്ത്ഡേ ഇപ്പോൾ അവന് വേണ്ട കേക്ക് അങ്ങനെ വേണം, അവനെ ടോയ്സ് അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാവരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റൊക്കെ കിട്ടട്ടെ, എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ഇതിപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അവ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവനാകെ വീട്ടിലുള്ള 1-2 ചട്ടിയും കല്ലൊക്കെയാണ് അവനിഷ്ടം. നമ്മളതൊക്കെ കൂടെ പറക്കിയെടുത്ത് ഫ്ലാറ്റിൽ കൊണ്ട് വെക്കണം. അവസാനം ഫ്ലാറ്റിലിരുന്ന് പൊടി പിടിക്കും. അവസാനം അത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണം. എന്തിനാ വെറുതെ ഇത്രയും കോംപ്ലിക്കേഷൻസ്? അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ബഡ്ജറ്റ് ഹോളിഡേസിന് അപ്പം തന്നെ മെസ്സേജു. അപ്പോൾ എൻ്റെ വ്ളോഗ് സ്ഥിരമായി കാണുന്നവർ അല്ലെങ്കിൽ എൻ്റെ വ്ളോഗ് മിസ് ചെയ്തവർക്ക് വേണ്ടിയുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് വേണ്ടി വ്ളോഗ് ചെയ്യുമ്പോഴാണ് ഒരു സന്തോഷം. എന്ന് വെച്ചാൽ ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ച് അയ്യോ ഇടോ ദിയ കുറേ നാളായില്ല എന്നൊക്കെ പറയുമ്പം ഇടുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഈ പറയുന്നവർ നമ്മളെ കാണുന്നുണ്ടല്ലോ, നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, സ്നേഹിക്കുന്നുണ്ടല്ലോ. സോയാ അപ്പോൾ നമുക്ക് ഈ ഒരു വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഐ ഡിഡ് ഇൻ മലേഷ്യ ഫോർ എ ഡേ എന്നുള്ളതാണ്. ഒന്നതിൽ 5 കഴിക്കാനാണ് ഇവിടെ ഒരു ആബൂതെന്നും ദാവിത്തെന്നും ദവത്തെന്നും ഒക്കെ പല ട്രൗസേഴ്സ്. ഓമിയുടെ ബർത്ത്ഡേ 5th, നമ്മുടെ റൂം നമ്പർ 5505, നമ്മുടെ ഫ്ലോർ 55. ഭയങ്കര കോയിൻസിഡൻസ്. ലക്ഷറി പോലത്തൊരു കാറാണ് ബഡ്ജറ്റ് ഹോളിഡേസ് ബുക്ക് ചെയ്തത്. അത് മിനിറ്റ് നമ്മൾ സ്ഥലം എത്തും. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ബാക്ക് സീറ്റ് ചെയ്തത്. ലോൺ എടുത്ത് നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രണ്ട് ഇരിക്കണമെന്ന് ചോദിക്കും. ബിക്കോസ് നമുക്ക് ഫുൾ ഫാമിലിക്ക് മോഷൻ സിക്നസ്സാണ്. എനിക്ക് തോന്നുന്നു അമ്മൂനൊക്കെയാണ് അത്രയ്ക്ക് പ്രോബ്ലം ഇല്ലാത്ത. അമ്മൂന് അവർ എന്നെക്കാൾ മോഷൻ സിക്നസ് ഉള്ളവരാണ്. അതുകൊണ്ട് ഞാൻ അവരെ ഇരിക്കാൻ സമ്മതിക്കുന്നത്. ബിക്കോസ് അവർ എന്നെക്കാൾ അഫ്കോഴ്സ് ഏജും ഉണ്ടല്ലോ. അപ്പോൾ അവർ വെറുതെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ട് പക്ഷെ നമ്മൾ എവിടെയൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛനും അമ്മയും മാറി തരും കേട്ടോ. അവർ ടേൺ എടുത്ത് നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രണ്ട് ഇരിക്കണമെന്ന് ചോദിക്കും. ബിക്കോസ് നമുക്ക് ഫുൾ ഫാമിലിക്ക് മോഷൻ സിക്നസ്സാണ്. എനിക്ക് തോന്നുന്നു അമ്മൂനൊക്കെയാണ് അത്രയ്ക്ക് പ്രോബ്ലം ഇല്ലാത്ത. അമ്മൂനും ഹൻസിക്കും ആണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര പ്രോബ്ലമാണ്. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എക്സ്ട്രീമാണ്. അവരുടെ നിന്നാണ് എനിക്ക് വന്നതെന്ന് തോന്നുന്നത്. സോ അപ്പോൾ അവരുള്ളപ്പോൾ ഞാൻ അവരെ ഇരിക്കാൻ സമ്മതിക്കുന്നത്. ബിക്കോസ് ദേ ഹാവ് വേഴ്സ് ദൻ മൈൻഡ്. അശ്വിന് ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ എൻ്റെ അത്രയും അവന് പ്രോബ്ലമാറ്റിക് അല്ല. എനിക്കിങ്ങനെ അത് ബാക്ക് സീറ്റിൽ ഇരുന്ന് പാലും കൂടെ കൊടുത്തതല്ലേ വെടി തീർന്നു എൻ്റെ. ഞാൻ ഇങ്ങനെയോ വേറെ വഴിയില്ലാതെ പിന്നെ പലപ്പോഴും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ ബാക്കിൽ ഇരുന്ന് പാല് കൊടുക്കേണ്ട വരും. അത് ഞാൻ പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന ഷർട്ടിൽ ഇങ്ങനെ പിടിച്ചു വെച്ചൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കാറുണ്ട്. എനിവേസ് അപ്പോൾ നമ്മുടെ 55th ഫ്ലോറിലോട്ട് എത്തും. എത്തിയ ഉടനെ ഗ്ലാസും കൂടെ ആക്കി മറ്റേ തമ്പി ഇവനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മലേഷ്യ വന്നപ്പോൾ ഇവന് പാല് മാത്രമായിരുന്നു കേട്ടോ, എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫെഡ്. ഇപ്പോൾ പിന്നെ ആവുന്നില്ല കേട്ടോ. നമ്മൾ തിന്നുന്ന എല്ലാ ഫുഡും ഇവനും കൊടുക്കുക. അടിച്ച് പൊളിച്ച് ബിരിയാണി നിന്നും ചോറ് കഴിക്കും, ഡാള് കഴിക്കും. ആ എക്സൈറ്റ്മെന്റിലാണ് നമ്മുടെ ഇതുവരെ നമ്മൾ താഴെ എത്താത്തൊരു തെറ്റല്ലല്ലോ. ഇവിടെയാണ് ലിഫ്റ്റ് പ്രാങ്ക് ഒക്കെ ചെയ്യേണ്ടത്. അതെ, ലിഫ്റ്റ് പ്രാങ്ക് ഇവിടെയാണ് ചെയ്യേണ്ടത്. വരി ലെറ്റ്സ് ഗോ. 53ാമത്തെ നിലയായ ഈ കാറിനകത്ത് റിക്ലൈനർ സീറ്റ് ഉണ്ട്. ആള് ആലു ജീര കൊഞ്ച്. ഓമിക്കും ചോറുണ്ട് ആളും പിന്നെ കൊടുക്കുക. ഇന്നലെ വെറുതെ അതും ഇതൊക്കെ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ തിന്നില്ല. ചോറുണ്ട് ആള് മാത്രം കൊടുക്കാന്ന് വിചാരിച്ചു. അതൊരു ബൗളിലിട്ട് മിക്സ് ചെയ്താൽ കൊടുക്കാം. ശരി. ഞാനൊരു വർഷത്തിൽ ചോറിൻ്റെ ആളും ഒക്കെ മിക്സ് ചെയ്ത് പൊട്ടറ്റോയും മിക്സ് ചെയ്ത് കൊടുക്കുക. വീട്ടിലവ ഇതാ കഴിക്കുന്നത്, നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലഞ്ച് കഴിഞ്ഞു. ഭൂമിക്കുട്ടൻ ചോറിൻ്റെ ആളൊക്കെ കഴിച്ചായിരുന്നു. നല്ല കൊച്ചിനെ പോലെ കഴിച്ചു. അവൻ മുട്ട കഴിച്ചു, ചിക്കൻ കുറച്ച് കഴിച്ചു. എൻ്റെ അടുത്ത് ഈ അടുത്ത് കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ദിയയുടെ ഹെയർ കട്ട് കൊള്ളാം എവിടെയാണ്? അതിന് വലിയ കഥയുണ്ട്, ഞാൻ പറഞ്ഞു തരും.
ഒരുപാട് നേരം വിഷമിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് പെട്ടെന്ന് അടുത്തുള്ള എവിടെയെങ്കിലും പോയി വെട്ടാന്ന് വെച്ചിട്ട് ഞാൻ നമ്മുടെ വഴുതയ്ക്കാടുള്ള റൂട്ട്സ്, ട്രിവാൻഡ്രം വഴുതയ്ക്കാടുള്ള റൂട്ട്സ് സലോണിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എൻവയൺമെൻ്റ് അല്ല ഫീൽ ചെയ്തത്. ഒരു എല്ലാവരും മറ്റേ ഇങ്ങനെ ഒരു വെൽക്കമിങ്ങും ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഒട്ടും ഇല്ലായിരുന്നു അവിടെ. വേണമെങ്കിൽ വാ, വേണമെങ്കിൽ പോ എന്നുള്ള പോലത്തെ ഒരു ഇതില്ല. ഫൈൻ. പിന്നെ ഞാനും അവിടെ ചെന്ന് കാണാൻ എനിക്കും ധൃതിയായിരുന്നു. ഞാൻ ഇഷാനിയുടെ കയ്യിൽ ഓമിയെ കൊടുത്തു വിട്ടു. ഇഷാനി വീട്ടിൽ പോയി. അപ്പോൾ ആ ഗ്യാപ്പിൽ എങ്ങനെയെങ്കിലും മുടി വെട്ടി വീട്ടിൽ പോകാനാണ് ഞാനും ഇരുന്നത്. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ അവരിങ്ങനെ പറഞ്ഞായിരുന്നു, ലൈക്ക് എനിക്ക് ലോങ് ലെയേഴ്സാണ് ആവശ്യം. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഇങ്ങനെ ഒരു മൂളലൊക്കെ ഉണ്ടായിരുന്നു ഇടയിൽ. അപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇറങ്ങി ഓടാനുള്ളതായിരുന്നു അവിടെ നിന്ന്. എനിക്ക് പരിചയമുള്ളവരുള്ള സ്ഥലത്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ എന്തിനാ അങ്ങനെ പരിചയമില്ലാത്ത സ്ഥലത്ത് പോയത് എനിക്ക് അറിയില്ല ഇപ്പോഴും. ഐ സ്റ്റിൽ ഡോണ്ട് നോ വൈ ഐ ടുക്ക് ദാറ്റ് ഡിസിഷൻ. തൊട്ടപ്പുറത്ത് ജാവേദൻ റിസ്വാനും എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഇവിടെ പോയത്. ആൻഡ് ദെൻ ദാറ്റ് പേഴ്സൺ സ്റ്റാർട്ട് കട്ടിങ് മൈ ഹെയർ. അപ്പോഴേ ഞാൻ പറഞ്ഞു, ഒരുപാട് ഷോർട്ടാക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഷോർട്ടാക്കിയാൽ പോലും കുഴപ്പമില്ലായിരുന്നു. എൻ്റെ 2 സൈഡും 2 ലെങ്ത് ആക്കി. ലൈക്ക് ഈ ലിറ്ററലി ഇപ്പോൾ ഒരു കൊച്ചു കുട്ടി ഇപ്പോൾ ഓമി കത്തിരി എടുത്ത് എൻ്റെ മുടി വെട്ടിയാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാക്കി. ലൈക്ക് പല സ്ഥലത്ത് പല ലെയേഴ്സ്. ലൈക്ക് റൈറ്റ് സൈഡിൽ എൻ്റെ ആക്ച്വലി ഒരു ഫോട്ടോ ഉണ്ട്, മറ്റേ ഞാൻ ഈ വീടിൻ്റെ ഇടയിൽ അത് കാണിച്ചും തരാം. ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു വെട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഐ ആം സംബഡി ഹൂസ് ലൈക്ക് ഒരു സാധനം ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മറ്റേ ആ ആളെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ച് മറ്റേ നൈസ് എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന ഒരാളാണ്. അത് പണ്ട് ഞാൻ അങ്ങനെ, ഇന്നും അങ്ങനെ. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ഇന്നും അങ്ങനെയാണ്. അയാൾ മുടി വെട്ടിയപ്പോൾ അലമ്പായി എന്ന് എനിക്ക് മനസ്സിലായി. സാധാരണ അലമ്പല്ല, എൻ്റെ ലൈഫിൽ ഇത്രയും മോശമായിട്ട് ഒരാൾ മുടി വെട്ടിയിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഞാൻ അങ്ങനെ ഇറങ്ങി ഫ്ലാറ്റ് എത്തിയപ്പോൾ തന്നെ ഞാൻ അശ്വിനോട് പറഞ്ഞു, എടോ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ ഈ സ്ഥലത്ത് കൊണ്ട് തല വെച്ച് കൊടുത്തു. ഓക്കെ, അവിടെ മേബി വെട്ടിയിട്ടുള്ള ഒരുപാട് പേർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ വേസ്റ്റ്, ലിറ്ററലി ഇതുവരെയുള്ള എൻ്റെ ലൈഫിലെ വേസ്റ്റ് ഹെയർ കട്ട് അവിടെ നിന്നായിരുന്നു, വഴുതയ്ക്കാട് റൂട്ട്സ് നിന്ന്. എന്നിട്ട് ഞാൻ നേരെ വീടെത്തി കഴിഞ്ഞ് 2-3 ദിവസം ഞാൻ ഐ ജസ്റ്റ് ഡിഡ്ന്റ് നോ എൻ്റെ മുടിയിൽ അവരെന്താ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ഐ ഡിഡ്ന്റ് നോ വേർ ഇറ്റ് വെന്റ് റോങ്. എവിടെയോ പ്രോബ്ലം ഉണ്ടെന്ന് അറിയാമായിരുന്നു, പക്ഷേ എനിക്ക് ഐ ഡിഡ്ന്റ് പ്രൂവ് ഇറ്റ്. അങ്ങനെ ഞാൻ എൻ്റെ മുടിയുടെ ബാക്ക് ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴാണ് അവസാനം കണ്ടുപിടിച്ചത്. റൈറ്റ് സൈഡിലെ എത്രയോ ഒരു പോർഷൻ മുടി ചോപ്പ് ഓഫ് ചെയ്ത് കളഞ്ഞു. ലെഫ്റ്റ് സൈഡിൽ ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് അൺഈവനായിട്ട് പുള്ളി എന്തോ ചെയ്താൽ വെച്ച്. അങ്ങനെ ഞാൻ അവസാനം ജാവേദൻ റിസ്വാനിൽ പോയി ജാവേദനോട് കാര്യം പറഞ്ഞു. എനിക്ക് കഷ്ടകാലത്തിന് ഞാൻ അവിടെ കൊണ്ട് തല വെച്ച് കൊടുത്തു, പണിയായപ്പോൾ പുള്ളി എന്നെ ഫസ്റ്റ് എന്നോട് ചോദിച്ചത്, ഇത്രയും പരിചയമുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ എനിക്ക് ഫെയറിൽ പരിചയമുണ്ട്, ഇവിടെ നമ്മുടെ ജാവേദൻ റിസ്വാനിൽ പരിചയമുണ്ട്, അപ്പോൾ ഇവിടെയൊക്കെ ഇത്രയും ലൈക്ക് എന്നെയും ഇങ്ങോട്ടും പരിചയമുണ്ട്. അപ്പോൾ പരിചയമുള്ളൊരു സ്ഥലത്ത് പോയാൽ അവർ കുറേ കൂടെ കെയർഫുള്ളായിട്ട് ചെയ്യില്ലേ, എന്തുകൊണ്ട് ഇവിടെ പോയി, ഇവിടെ ആരെങ്കിലും പരിചയമുള്ളതുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ആരും പരിചയമില്ലായിരുന്നു, അവർക്ക് ഞാൻ ആരാ എന്താണെന്ന് പോലും അറിയാത്ത സ്ഥലത്താണ് ഞാൻ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ ഞെട്ടി. ഇവർ ചോദിച്ചു എന്തിനങ്ങനെ പോയി, തൊട്ടടുത്തത് ഉണ്ടായിരുന്നപ്പോൾ വൈ ഡിഡ് യു ഗോ ദെയർ എന്ന് ചോദിച്ചു. എനിക്ക് ആൻസറേ ഇല്ലായിരുന്നു. എന്നിട്ട് പുള്ളി എൻ്റെ മുടി കഴിച്ചപ്പോൾ പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. പുള്ളി എന്നോട് ചോദിച്ചു, എൻ്റെ ദൈവമേ ഇത് ആരാ വെട്ടിയെന്ന് ഓർമ്മയെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് മുഖം മാത്രം അറിയാം, പേരൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. റൂട്ട്സിലാണ് വെട്ടിയെന്ന് പറഞ്ഞു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ കുറേ പേര് കറക്ഷൻ ഹെയർ കട്ടിന് വന്നിട്ടുണ്ട്, ഇത്രയും മോശപ്പെട്ടൊരു കറക്ഷൻ ഹെയർ കട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ തന്നെ ഒരുമാതിരി എന്തുപോലെ ആയിപ്പോയി. കാരണം പുള്ളി എന്നോട് ചോദിച്ചത് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വെട്ടി തുടങ്ങിയപ്പോഴും പിടി കിട്ടി പ്രശ്നമായി എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്, എന്തിനെ കണ്ടിന്യൂ ചെയ്യാൻ പോയി, അവിടെ നിങ്ങോട്ടെല്ലാം വന്നാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. ഞാനും പിന്നെ പൊട്ടയ സാരം ഇല്ലാന്ന് വെച്ചു. അങ്ങനെ ഹീ ഡിഡ് എ കറക്ഷൻ ഹെയർ കട്ട് ടു മൈ ഹെയർ ആൻഡ് അതാണിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അത് ഇറ്റ് ലുക്സ് ഗുഡ്. പുള്ളി ഹി ജസ്റ്റ് മേഡ് ഇറ്റ് നൈസ്. ആൻഡ് ഓൾസോ എൻ്റെ പുള്ളി പറഞ്ഞു ജസ്റ്റ് കളർ യുവർ ഹെയർ, അപ്പോൾ എന്തെങ്കിലും ഒരു ഭംഗി പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി വരും എന്ന് പറഞ്ഞു. സോ ഐ വെന്റ് ഓൺ ആൻഡ് കളേർഡ് ഒരു മഹാഗണി പോലത്തെ ഒരു ബർഗണ്ടി കൈൻഡ് ഓഫ് ഷെയ്ഡ് വെച്ച് ഐ എം ഡൂയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. അത് വെളിച്ചത്ത് നിൽക്കുമ്പോൾ ഇച്ചിരി കൂടെ കാണാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് എ റെഡിഷ് ബ്രൗൺ ഷെയ്ഡ്, എ വെരി നൈസ് റെഡ് ഷെയ്ഡ്, ഒരു ചെറി പോലത്തെ ഒരു ഷെയ്ഡ്. അപ്പോൾ അത് എൻ്റെ ഫേസിൽ നല്ല ഒരു ഡാർക്ക് ചെറി ഷെയ്ഡ്, ഒരു ചോക്ലേറ്റ് ചെറി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ദേ കറക്റ്റഡ് മൈ ഹെയർ. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ദേ മെയ്ഡ് ഇറ്റ് പ്രോപ്പർ. അതിന് ശേഷമാണ് എനിക്ക് ഒന്ന് മിററിൽ നോക്കാൻ പറ്റിയത്. ബിക്കോസ് എനിക്ക് മിററിൽ 2-3 ദിവസം നോക്കാൻ പറ്റുന്നില്ലായിരുന്നു ബിക്കോസ് ഓഫ് ദ ഡിസാസ്റ്റർ ദാറ്റ് റൂട്ട്സ് ഡിഡ്. ഞാൻ റൂട്ട്സിൻ്റെ ഗൂഗിളിലൊക്കെ പോയി റിവ്യൂ ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു വലിയ പാസേജ് ഐ വാസ് സോ ഫ്രസ്ട്രേറ്റഡ്. എനിവേസ് ഇത് ഞാൻ ഒരു പാഠം പഠിച്ചു.
ഇനി ഒരിക്കലും നമുക്ക് പരിചയമില്ല, മേ ബി പരിചയമുള്ളവർ അവിടെ ചെല്ലുമ്പോൾ അവർ നല്ലപോലെ ആയിരിക്കാം ചെയ്തു കൊടുക്കുന്നത്, എനിക്കറിയില്ല. എനിക്കവിടെ പരിചയമില്ലാത്തതുകൊണ്ടും അവർക്ക് എന്നെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടും മേ ബി ആയിരിക്കാം, ഐ ഡോണ്ട് നോ. പക്ഷെ അങ്ങനെ അല്ലല്ലോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചെയ്യേണ്ടത്. എനിവേസ്, ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈമാണ് റൂട്ട്സിൽ പോകുന്നത്. ഇനി എനിക്ക് ഒരാൾ പൈസ തന്നാൽ പോലും ഞാൻ അങ്ങോട്ട് പോകില്ല, ഒരിക്കലും പോകത്തില്ല. എനിക്ക് എന്നും ഞാൻ അതിനൊരു പാഠം പഠിച്ചത്, നമുക്ക് പരിചയമുള്ള സ്ഥലം, നമ്മളെ പരിചയമുള്ള സ്ഥലത്ത് വേണം നമ്മൾ പോയി ചെയ്യാൻ. വേറെ ആ വെട്ടുന്ന ആൾക്ക് നമ്മളെ അറിയാം, നമുക്ക് എന്താണ് ചേരുന്നതെന്ന് അറിയാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ മുടി ഇപ്പോൾ എന്തെങ്കിലും അലമ്പ് ചെയ്താൽ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് അറിയായിരിക്കും. എല്ലാം അറിഞ്ഞിട്ടുള്ള പോലത്തെ ഒരു ഹെയർ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഇനി പോകത്തുള്ളൂ എന്താണെങ്കിലും. ഇതെനിക്ക് വല്ലാത്തൊരു ഇത്. അപ്പം ഇത് അവിടെ റൂട്ട്സിൽ പോകണം എന്നുള്ളവർക്ക് പോവാം. ഐ എം നോബഡി ടു ടെൽ നോട്ട് ടു ഗോ ദെയർ. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം, ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവുകയും ചെയ്യുമായിരിക്കാം. ഞാൻ ഒരിക്കലും പോവില്ല. ഞാൻ പൊതുവേ എൻ്റെ ഫാമിലിക്കാരെ എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല. സർവീസിൻ്റെ കാര്യം ഒന്നും എനിക്കറിയില്ല. ഹെയർ കട്ട് whoever asks me minutes എടുക്കും എന്ന് പറഞ്ഞു. ഇവിടെ എനിക്കറിഞ്ഞൂടാ. സ്റ്റോർ റൂമിൽ സോൾഡ് ഔട്ട് ആണെന്ന്. ഓക്കെ കേട്ടോ ഓസി, മലേഷ്യയിലുള്ള എല്ലാം ഇതിലും റൊണാൾഡോയുടെ ജേഴ്സി സോൾഡ് ഔട്ട് ആണെന്ന്. അതാണ് അണ്ണന്റെ ഡിമാൻഡ്. ചമ്മി പോയാ നമ്മൾ ഈ മോളിലൂടെ നടന്നു സെഫോറയിൽ പോയി H&M ഒക്കെ കൊടുത്ത കുറച്ച് നേരം എടുത്തു. ഇവൻ അവിടുത്തെ ഷവർ നല്ല ഒരു വാട്ടർഫോൾ ഫീലിംഗ് ഉള്ളൊരു ഷവർ, ഇങ്ങനെ മിസ്റ്റൊക്കെ അടിക്കുക ഇടയിലൂടെ, ഭയങ്കര സുഖം. അപ്പോൾ ഇവൻ അവിടെ ഒരു വോം വെള്ളത്തിൽ ഇവിടെ ഷവറിൻ്റെ മൂട്ടിൽ കുറേ നേരം കളിച്ചുകൊണ്ടേയിരിക്കും അവിടെ. അപ്പം ഇതിനെ കൊണ്ട് ഷവർ ഇപ്പിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഈ ഒരു വ്ളോഗിനെ ഇവിടെ എൻഡ് ചെയ്യുവാണ്. കാരണം ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങുന്നത് വേറെ ഒന്നും കാണിക്കാനൊന്നും ഇല്ല. സോ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു ഓൾ സൂൺ. എൻ്റെ വ്ളോഗ് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സീ യു ഓൾ സൂൺ ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. ടിൽ ദെൻ ബൈ ബൈ. ഉമ്മ ഇപ്പൊ ഉമ്മ എന്ന് പറഞ്ഞ ഒറ്റ അടിയാണ് കേട്ടോ. ആ പെട്ടെന്ന് അടിച്ചു കളയും. പണ്ട് അവ ആരും ഉമ്മ വെച്ചാലും കൊടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പൊ ആരും ഉമ്മ വെച്ചാലും ഒറ്റ അടിയാണ്. അതെന്താണെന്ന് അറിയില്ല. ഉമ്മ